പല പ്രയാസം, ഈ കണ്ണ് രോഗം കൊണ്ട് പ്രയാസം, കണ്ണിന് ചൊറിച്ചിലുണ്ടാവുക, ചെങ്കണ്ണ് ബാധിക്കുക, അല്ലെങ്കിൽ കണ്ണിന് ഒരു മങ്ങൽ പോലെ, കാഴ്ച കുറയുന്നത് പോലെയൊക്കെ തോന്നുന്ന ഒരു സന്ദർഭമുണ്ട്. അതുപോലെ ചെവിക്കും കേൾവി കുറയുന്നത് പോലെ, അതുപോലെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെവിക്കും കണ്ണിനുമൊക്കെ നമുക്ക് കുളിർമയുണ്ടാവാൻ, ഒരു ഉണർച്ച ഉണ്ടാവാൻ, ഒരു റാഹത്ത് ഉണ്ടാവാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 ഇസ്മുകളുണ്ട്, അള്ളാഹുവിൻ്റെ 3 പേരുകൾ. ഒന്നാമത്തേത് യാ നൂറു യാ അല്ലാഹ്. അതൊരു 11 പ്രാവശ്യം. യാ നൂറു യാ അല്ലാഹ്, 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 അങ്ങനെ 11 പ്രാവശ്യം യാ നൂറു യാ അല്ലാഹ് എന്ന് പറയുക. എന്നിട്ട് നമ്മുടെ 2 തള്ളവിരലിൻ്റെ ഈ നഖത്തിലേക്ക് ഊതുക, ഇഷ്ഫി. എന്നിട്ട് നമ്മുടെ കണ്ണിങ്ങനെ തടവുക, യാ നൂറു യാ അല്ലാഹ്. അത് കഴിഞ്ഞ് യാ ബസ്വീറു യാ അല്ലാ, യാ ബസ്വീറു യാ അല്ലാ, യാ ബസ്വീറു യാ അല്ലാ, യാ ബസ്വീറു യാ അല്ലാ, യാ ബസ്വീറു യാ അല്ലാ എന്ന് 11 പ്രാവശ്യം. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഷ്വി എന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തടവണം. അത് കഴിഞ്ഞ് യാ സമീഉ യാ അല്ലാ, യാ സമീഉ യാ അല്ലാ, യാ സമീഉ യാ അല്ലാ, യാ സമീഉ യാ അല്ലാ എന്ന് 11 പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ തള്ളവിരൽ എന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മുടെ ചെവി ഇങ്ങനെ തടയി കൊടുക്കുക. ഇതെന്താണ്? അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. ഈ ഇസ്മുകൾ പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ തടവിയാൽ തന്നെ അത് വലിയ നമ്മൾക്ക് ശരീരത്തിന് ആഫിയത്തും ആരോഗ്യമുണ്ട്, ശരീരത്തിനൊരു ഉന്മേഷമുണ്ട്, പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവി ശക്തിയൊക്കെ ഉണ്ടാകുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ